ഒരു സത്യനന്ദിക്ക പാറ്റേൺ സിനിമ ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ നമ്പർ ഉണ്ടാക്കിയ സാധനം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ലൗഡ് തിയേറ്ററിക്കൽ ഹൈ കൊടുക്കുന്ന സിനിമകളാണ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് പറയുന്നത്. സർവമായി പ്രൂവ് ചെയ്യുന്നത് ഇമോഷന് അതേ ഹൈ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൂവ് ചെയ്തു. കാരണം നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ക്രിഞ്ച് എന്നൊക്കെ പറയുന്നവർക്ക് ഒന്നും പറയില്ല, അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം അവർക്കുള്ള ഈ സിനിമ അവർക്കുള്ള സിനിമ ആയിരിക്കില്ല. എന്നെ ഇപ്പൊ ഹരിഹരൻ സാർ വിളിച്ചു, ഞാനിപ്പോൾ ഭയങ്കര ഇമോഷണലി മൂഡായ മൂവ്മെന്റ് ആണ്. അത് അച്ഛന്റെ ഗുരുവാണ്. അച്ഛൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സാറിന്റെ കൂടെയാണ് അസിസ്റ്റന്റ് ആയിട്ട്. സാർ വിളിച്ച് പറഞ്ഞത്, നീ ഒരു മലയാള സിനിമ മറന്നുപോയ വഴി നീ തിരിച്ചു വെട്ടിക്കൊടുത്തു പറഞ്ഞു. അത് ഭയങ്കര ഒരു ഇതിനപ്പുറത്തേക്കൊന്നും. അതെ അതെ. അപ്പോൾ പുള്ളി റൈറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അപ്പൊ എംടിയുടെ കൂടെ വർക്ക് ചെയ്ത ആൾ പറയുന്നത് കുറുക്കി വിടുന്ന വാക്കുകളും ഇമോഷനും ബുദ്ധിയും നീ ഉപയോഗിച്ചു എന്നാണ് സിനിമയിൽ. ഞാൻ ഒരു തോക്ക് കണ്ടിട്ടില്ല, ഞാനൊരു ബോംബ് കണ്ടിട്ടില്ല, ഞാൻ വില്ലന്മാരെ കണ്ടിട്ടില്ല, അപ്പൊ എനിക്ക് ഞാൻ പ്രയത്നം കണ്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇവർ മനസ്സിലാക്കുന്നില്ല. എഴുത്തിലുള്ള ബുദ്ധിമുട്ട്, പെയിൻ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് 40 കോടി 50 കോടിയല്ല ഇതിനെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സിനിമ ഇത്രയും നമ്പർ പുൾ ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് പ്രേമലുവിന്റെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പ്രേമലു എനിക്ക് എന്റെ ഫേവറേറ്റ് സിനിമകളൊന്നാണ്. ഈ അടുത്ത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്ലോക്ക് ബസ്റ്റർ ഈ പറഞ്ഞ പടങ്ങളൊന്നുമല്ല, പ്രേമലുവാണ്. അതിനുള്ള ബുദ്ധി, അതിനുള്ള സ്കില്ലും ഞാൻ അത് ഉണ്ടാക്കാൻ എളുപ്പമല്ല. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഫീൽ ഗുഡ് പടം എന്ന് പറയുന്നുണ്ടല്ലോ, ആൾക്കാരത് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. പ്രിയദർശനാണെങ്കിലും സിദ്ദിഖ് ലാലാണെങ്കിലും ലാൽ ജോസ് ആണെങ്കിലും ഇതെല്ലാം ഫീൽ ഗുഡ് ആണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ കണ്ടു വളർന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാറ് പറഞ്ഞ പോലെ ആ വഴി മറന്നുപോയ വഴി തിരിച്ചു പോകാൻ പറ്റി, നമ്മുടെ പുറകെ ആൾക്കാർ വരാൻ പോകുന്നു എന്നുള്ള സാധനം തന്നെയാണ് ഏറ്റവും വലിയ വാല്യുവേഷൻ സാധനമായിട്ട്.